Hi friends, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ്ktr മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ സാംസങ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സാംസങ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സാംസങ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരേ സാംസങ്ങിൽ നമ്മളൊരു സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇട്ട ഒരു പാസ്വേഡ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെ ഫോൺ ഫോർമാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ മറ്റ് സർവീസുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പാസ്വേഡ് മസ്റ്റായിട്ട് അടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷേ ഇവൻ നമുക്ക് നമ്മളെ ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ പാസ്വേഡ് ഇല്ലാത്തതോ അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയതൊക്കെ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ ആ ഒരു അക്കൗണ്ട് എങ്ങനെ ലോഗ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സാംസങ് അക്കൗണ്ട് നമ്മളെ ഡിവൈസിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. അതിന് മുന്നേറ്റ് ചെറിയ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഒരു അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോറിലൂടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക, ഇതുപോലെ ക്വിക്ക് ഷോർട്ട് കട്ട് മേക്കർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആവും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ മുകളിൽ നമുക്ക് ഇവിടെ സെർച്ച് ബാർ കാണാം. ഈ ഒരു സെർച്ച് ബാറിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യുക സാംസങ് അല്ലെങ്കിൽ സാംസങ് അക്കൗണ്ട് എന്നിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സാംസങ് എക്സ്പീരിയൻസ് സർവീസ്, അതുപോലെ സാംസങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഉള്ള ഈ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സാംസങ് എക്സ്പീരിയൻസ് സർവീസ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരുപാട് സാംസങ് എക്സ്പീരിയൻസ് സർവീസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സാംസങ് എക്സ്പീരിയൻസ് സർവീസിന് താഴെയായിട്ട് ഇവിടെ ചെറിയൊരു എഴുത്തിൽ നിങ്ങൾക്ക് കാണാം പ്രൊഫൈൽ ഇൻഫർമേഷൻ, അതുപോലെ സാംസങ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ ഈ ഒരു സാംസങ് എക്സ്പീരിയൻസ് സർവീസിന് താഴെയായിട്ട് ഇവിടെ ചെറിയ ഇതിൽ ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് വൺ മോർ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാവും. ഇതിലൂടെ കാണാം ട്രൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാവും. ഇതിൽ ചിലപ്പോൾ നിങ്ങളെ ആ ഒരു സാംസങ് അക്കൗണ്ടിൻ്റെ ID ഇവിടെ മുകളിലായിട്ട് വരുന്നതാവും. അപ്പോൾ എനിക്കിവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ID വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാവും. ഇതിൽ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും സൈനിങ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ബാക്കിലോട്ട് വന്ന് എൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് സെക്ഷനിലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അക്കൗണ്ടിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ആ ഒരു സാംസങ് അക്കൗണ്ട് ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് വന്ന് ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് ഇവിടെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ആ ഒരു സാംസങ് അക്കൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു സാംസങ് അക്കൗണ്ടിൻ്റെ പാസ്വേഡോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മളെ ഫോൺ ഫോർമാറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.